ഗുഡ് ടച്ച് എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഷഹീർ കാര്യത്ത്. രാജ്യത്തെ പാചകവാതക വിതരണ രംഗത്തെ വൻ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. സാധാരണക്കാരായ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഗ്യാസ് സിലിണ്ടറുകളുടെ ഉപയോഗത്തിലും വിതരണത്തിലും ഉണ്ടായേക്കാവുന്ന വലിയ പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഗ്യാസ് സിലിണ്ടർ ബുക്കിങ്ങുകൾക്കിടയിലുള്ള സമയപരിധി പുതുക്കി നിശ്ചയിച്ചു എന്നതാണ്. ഇനി മുതൽ ഒരു സിലിണ്ടർ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത സിലിണ്ടറിനായി 35 മുതൽ 45 ദിവസം വരെ നിർബന്ധമായും കാത്തിരിക്കേണ്ടി വരും. മുൻപ് 15 ദിവസത്തേക്ക് ഇടവേളയ്ക്കായി ഇരുന്നു ഉണ്ടായിരുന്നത്. എങ്കിൽ പുതിയ നിയമപ്രകാരം അത് വീണ്ടും നീട്ടിയിരിക്കുകയാണ്. വർഷത്തിൽ ഒരു കണക്ഷൻ അനുവദിക്കാവുന്ന സിലിണ്ടറുകളുടെ എണ്ണത്തിൽ കർശനമായ പരിധി നിശ്ചയിക്കും. 14.2 കിലോയുടെ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന വീടുകളിൽ ഇനി മുതൽ കണക്കില്ലാതെ സിലിണ്ടറുകൾ ലഭിക്കില്ല. റേഷനിങ് നിലവിൽ വരുന്നതോടെ അനധികൃതമായി ഒന്നിലധികം സിലിണ്ടറുകൾ കൈവശം വയ്ക്കുന്നവർക്ക് കനത്ത തിരിച്ചടിയുണ്ടാകും. ഏറ്റവും ഗൗരവകരമായ വാർത്ത, ചില ഉപഭോക്താക്കളുടെ പാചകവാതക കണക്ഷനുകൾ ഉടൻ റദ്ദാക്കാൻ അധികൃതർ തീരുമാനിച്ചു എന്നതാണ്. പ്രധാനമായും 3 വിഭാഗത്തിലുള്ള ആളുകൾക്കാണ് ഇത് ബാധകമാകുന്നത്. 1. KYC പൂർത്തിയാക്കാത്തവർ. കേന്ദ്ര സർക്കാർ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ഇതുവരെ തങ്ങളുടെ ഗ്യാസ് കണക്ഷനുമായി ആധാർ ബന്ധിപ്പിക്കാത്തവരുടെയും KYC പൂർത്തിയാക്കാത്തവരുടെയും വിതരണം ഉടൻ തടയും. 2. ഇരട്ട കണക്ഷനുള്ളവർ. ഒരേ മേൽവിലാസത്തിൽ ഒന്നിലധികം ഗ്യാസ് ഏജൻസികളിൽ നിന്നും കണക്ഷൻ എടുത്തിട്ടുള്ളവരുടെ അധിക കണക്ഷനുകൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കും. 3. വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവർ. ഗാർഹിക കണക്ഷനുകൾ ഹോട്ടലുകളിലോ മറ്റോ കച്ചവട സ്ഥാപനങ്ങളിലോ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ വലിയ പിഴ ഈടാക്കുകയും കണക്ഷൻ എന്നേക്കുമായി റദ്ദാക്കുകയും ചെയ്യും. ഗ്യാസ് പ്രതിസന്ധി പരിഹരിക്കാനും കരിഞ്ചത്തം തടയാനും ഈ നിയമങ്ങൾ അത്യാവശ്യമാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം. അതിനാൽ തന്നെ നിങ്ങളുടെ KYC വിവരങ്ങൾ കൃത്യമാണെന്ന് ഉടൻ തന്നെ ഉറപ്പുവരുത്തുക. ഇതോടൊപ്പം സിലിണ്ടറുകൾ മിതമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. കേരളത്തിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കുമായി സർക്കാർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുള്ള കുറിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ താഴെ നൽകുന്നു. ക്ഷേമ പെൻഷൻ, അടിസ്ഥാന വിവരങ്ങൾ, വാർദ്ധക്യകാല പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്. നിലവിൽ 1600 രൂപയാണ് മാസ പെൻഷൻ തുക. ഇന്നത്തെ 2026 മാർച്ച് 26 പ്രധാന വാർത്ത. നിലവിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. അടുത്ത ഗഡു വിവരണം ഏപ്രിൽ മാസത്തിൽ വിഷുവും ഈസ്റ്ററും വരുന്നതിനാൽ കുടിശ്ശികയുള്ള പെൻഷൻ ഗഡുക്കളിൽ 1-2 എണ്ണം ഒന്നിച്ച് വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിനായി ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി കാത്തിരിക്കുകയാണ്. മസ്റ്ററിംഗ് നടപടികൾ. പെൻഷൻ മുടങ്ങാതിരിക്കാൻ ഗുണഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഈ മാസത്തെ വിതരണത്തിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ഗുണഭോക്തൃ പട്ടിക പുനഃപരിശോധന. അർഹതയില്ലാത്തവരെ ഒഴിവാക്കി
യഥാർത്ഥ പാവപ്പെട്ടവരിലേക്ക് ആനുകൂല്യം എത്തിക്കുന്നതിനായി വരുമാനം പരിധി പരിശോധിക്കുന്നതിന് കർശനമാക്കിയിട്ടുണ്ട്. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് മുൻഗണന. ചാനൽ വാർത്തകൾക്കായി ഉപയോഗിക്കുന്ന പ്രധാന പോയിന്റുകൾ: 1. തുക പ്രതിമാസം 1600 രൂപ. 2. വിതരണ രീതി: ബാങ്ക് അക്കൗണ്ട് വഴിയോ സഹകരണ ബാങ്ക് പ്രതിനിധികൾ വഴിയോ നേരിട്ട് വീട്ടിലെത്തിക്കുന്നു. 3. നിലവിലെ സ്ഥിതി കുടിശ്ശിക തീർക്കുന്നതിനായി സർക്കാർ കടമെടുപ്പ് പരിമിതി ഉൾപ്പെടെയുള്ള സാങ്കേതിക വശങ്ങൾ പരിശോധിച്ചു വരുന്നു. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഉടൻ വരുമെന്നാണ് സൂചന. കൊല്ലം ജില്ലയിലെ പ്രധാന വാർത്തകൾ: തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം. അനുമതിയില്ലാതെ സോഷ്യൽ മീഡിയയിൽ പരസ്യം നൽകി സംഭവം കണ്ടെത്തിയതായി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്ഥാനാർത്ഥി പത്രിക സമർപ്പണം. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് തുടരുന്നു. കുന്നത്തൂർ, കരുനാഗപ്പള്ളി മേഖലകളിൽ രാഷ്ട്രീയ ചർച്ചയിൽ സജീവമാണ്. സ്വർണ്ണവില. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തി. പവന് 480 രൂപ കുറഞ്ഞു. 1,07,700 രൂപ എന്ന നിലയിലാണ് ഇന്നത്തെ നിരക്ക്. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി സുൽത്താജ് എന്റർടൈൻമെന്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.